ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇലയുടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം നല്ല 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരകി എടുക്കുമ്പോഴത്തേക്ക് ആ ചിരട്ടയിലുള്ള കറുത്ത ഭാഗമൊന്നും വീഴാതെ നോക്കി വേണം ചിരകി എടുക്കാൻ. അതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്പൂണൊന്നും ഉപയോഗിച്ചല്ല മിക്സ് ചെയ്യുന്നത്, കൈ കൊണ്ട് തന്നെ. അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ തേങ്ങയിൽ ആ മധുരം നല്ലപോലെ പിടിച്ച് കിട്ടുന്നത്. നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്ന എനിക്ക് അത്ര ഇതായിട്ടങ്ങ് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നമുക്ക് മാറ്റി ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നല്ല കുഴച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങ നമ്മളിതാ മധുരവും ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും എല്ലാം ഇട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് 1 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിനായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇടിയപ്പപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഞങ്ങൾ 2-3 പേരേ ഉള്ളല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് പൊടി എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് നമുക്ക് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം ആദ്യം ഒത്തിരി ഒഴിക്കരുത്. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കത് പരത്തിയെടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഈ കട്ടിക്ക് ഉണ്ടാക്കുന്നതല്ല, ഞാൻ ഇന്ന് ലൂസായിട്ട് ഉണ്ടാക്കി പരത്തിയെടുക്കുന്നതൊക്കെ. കൈ കൊണ്ട് നമ്മളിങ്ങനെ ദോശമാവിന് ഒഴിക്കുന്ന പോലെ ഒഴിച്ച് പരത്തുന്നതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നൈസായിട്ട് അതിനൊരു പ്രത്യേക രുചിയാണ്. മാവ് ഒത്തിരി കനത്തിലിരിക്കത്തില്ല. അപ്പോൾ വെള്ളം ആദ്യം ഇച്ചിരി ഒഴിച്ച് കൊടുത്ത് വേണം നല്ലപോലെ ഒന്ന് പരുവത്തിന് നമുക്ക് കലക്കി എടുക്കാൻ. അപ്പോൾ ഇത് ഒന്ന് കലക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വാഴയിലെല്ലാം വാട്ടിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇഡലി ചെമ്പ് വെള്ളം ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് നമുക്ക് വെള്ളം തിളയ്ക്കാൻ വയ്ക്കണം. ആദ്യം തന്നെ തീ കത്തിച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷം മാത്രം മാവ് ഇലയിൽ കോരി ഒഴിച്ച് പരത്തുക. അല്ലെങ്കിൽ മാവ് ഇങ്ങനെ ഒലിച്ചു പോകത്തില്ലേ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി വാട്ടിയ വാഴയിലേക്ക് നമുക്ക് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഈ വാഴയില ഒരു സൈഡ് ഒന്ന് ഇച്ചിരി ഇതായിട്ടായിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മധുരക്കൂട്ട് തേങ്ങയൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ടില്ലേ, ശർക്കരയും തേങ്ങയൊക്കെ. അപ്പോൾ അതിന് നമുക്ക് എത്ര ആവശ്യം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോരി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇല ഇതുപോലെ ഒന്ന് മടക്കി ഇനി ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് ആ ഭാഗത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഇങ്ങനെ മടക്കിയെടുത്ത് നേരെ ഇഡലി ചെമ്പിലോട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം നമുക്കിങ്ങനെ, അപ്പോൾ മൊത്തവും ഞാൻ കാണിക്കുന്നില്ല, 2-3 ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിങ്ങനെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇങ്ങനെ കാണുന്നവരും അതുപോലെ ആദ്യമായിട്ട് പാചകം പരിശീലിക്കുന്നവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നെന്ന് ആർക്കും ഒന്നും തോന്നണ്ട കേട്ടോ. അപ്പോൾ ഒത്തിരി കുഞ്ഞുമക്കൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്, കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ പാചകം ഒട്ടും അറിയാത്തവർ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും എടുത്ത് കാണിച്ചത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇഡലി പാത്രം അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുറഞ്ഞത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇലയുടെ എല്ലാം അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഇത് ഇലയൊന്ന് മാറ്റി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒത്തിരി ചൂടോടെ എടുക്കുമ്പോൾ കൈ പൊള്ളിപ്പോകത്തില്ലേ. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ആദ്യം കാണിക്കാം. ഇത് കണ്ടോ, നല്ല പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് ഒന്ന് ഒലിച്ച് പോയിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. അതൊന്നും സാരമല്ല. അപ്പോൾ ഇത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ഇതാണ്. ഒത്തിരി മാവ് ഇങ്ങനെ കട്ടിയില്ലാത്തതുകൊണ്ട് പിള്ളേർ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചങ്ങ് കലക്കിയാൽ മാത്രം മതി. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചപ്പോൾ എന്താ മണമെന്നറിയാമോ, നെയ്യുടെയും ഏലക്കാപ്പൊടിയുടെയും ജീരകത്തിൻ്റെയൊക്കെ മണം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇലയുടെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന്
ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്താൻ മറന്നുപോകല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ. ബായ്.